കെട്ടിപ്പടുക്കാൻ വേണ്ടി കൂടിയാണ് പെരുന്നാളും ഈ റമദാനുമായി ബന്ധപ്പെടുത്തുന്നത്. അതോടൊപ്പം പെരുന്നാൾ ദിവസം എല്ലാ ജനങ്ങളും നല്ല സുഖമായി ജീവിക്കണം എന്നതിന് ഒരു ഉദാഹരണമാണ് ഫിത്ർ സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയത്. അന്ന് ഭക്ഷണം വെക്കാൻ അരിയില്ലാത്ത ഒരാളും ഉണ്ടാകരുത്. എല്ലാവർക്കും ഭക്ഷണം നൽകണം. അതിന് ഭക്ഷണമാക്കാൻ പാകം ചെയ്യാൻ പറ്റിയ അരിയോ ഗോതമ്പും ഓരോ നാട്ടിലും കൂടുതലായി ഭക്ഷിക്കപ്പെടുന്ന സാധനങ്ങൾ നൽകണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. അത് മനുഷ്യ പ്രകൃതിയോട് യോജിച്ചതല്ലെങ്കിലും ആണെങ്കിലും അള്ളാഹുവിൻ്റെ ആജ്ഞകൾ സ്വീകരിച്ച് റമദാനിനെ കൊണ്ടാടിയ വ്യക്തികൾക്ക് ഒരു രേഖ എന്ന പോലെയാണ് പെരുന്നാൾ ദിനം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ദിനം അനാവശ്യങ്ങൾ ചെയ്യാനോ അക്രമങ്ങളും ചെയ്യാനുമല്ല, മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരവസരമാണ് പെരുന്നാൾ എന്നല്ലാതെ പെരുന്നാളിൻ്റെ ആഘോഷം അമിതമായി അത് ഹറാമായ ആഘോഷത്തിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. അള്ളാഹു അനുവദിച്ചതല്ലാതെ ഒരു പെരുന്നാളിനും എവിടെയും ഹലാലാവുന്നതും അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും ഈ സുദിനം അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംഘടനയുടെയും എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ ആശംസകളും ഇവിടെ മുഴുവൻ ജനങ്ങൾക്കും അറിയിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു